അതിനപ്പുറത്തോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അവിടെ സ്വന്തം വീട്ടിൽ ചെയ്യാൻ വേണ്ടിയല്ല, ആ കെട്ടിയവന്റെ വീട്ടിലല്ലേ കല്യാണം കഴിച്ച് പോകുമ്പോൾ അവിടെ ഇതൊക്കെ ചെയ്യേണ്ടി വരും. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടില് മക്കള്, ഇതാണ് ഒരു പെണ്ണിന്റെ ജീവിതം എന്ന് പറഞ്ഞ് നമുക്ക് തരുന്ന ഒരു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വനിതാ സംരംഭക അല്ലെങ്കിൽ ഒരു വുമൺ എന്റർപ്രണർക്ക് അവർ ചെയ്തിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഹോംവർക്ക് ഉണ്ടാവും. അതെന്തായിരിക്കും? ഇനി എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിക്കാനുള്ളത്, അതായത് ഒരു ഷൈജ മാമിനോട് അത് ചോദിക്കാൻ പറ്റുള്ളൂ. ഒരു വനിത അല്ലെങ്കിൽ ഒരു വുമൺ എന്റർപ്രണർ, സക്സസ്ഫുൾ എന്റർപ്രണർ, ട്രെയിനർ, അങ്ങനെ ഒരുപാട് നിലകളിൽ ഷൈജ മാം സപ്പോർട്ട് ചെയ്യുന്നതായിട്ടൊക്കെ എനിക്കറിയാം. എനിക്കറിയാവുന്ന എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഞാൻ സ്പെഷ്യലി BNA കുറിച്ചും തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വനിതാ സംരംഭക അല്ലെങ്കിൽ ഒരു വുമൺ എന്റർപ്രണർക്ക് അവർ ചെയ്തിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഹോംവർക്ക് ഉണ്ടാവും. അതെന്തായിരിക്കും? ഓക്കെ, ഇത് പറയുമ്പം ഞാൻ പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ വുമൻ എന്ന് പറയുമ്പം എപ്പോഴും സംഭവിച്ചു പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്നു, അമ്മയാകുന്നു, അതായി എൻ്റെ ലോകം. അത് ഡ്യൂട്ടിയാ. പിന്നെ അതിൽ വേറൊരു പാർട്ടും കൂടി ഉണ്ട് രൂപേഷ്. ഐ തിങ്ക് നൗഡേയ്സ് ഇറ്റ് ഈസ് ചേഞ്ചിങ്. ഇപ്പം വരുന്നൊരു ജനറേഷനിലെ പാരൻസ് ആർ ചേഞ്ചിങ് ആക്ച്വലി. പക്ഷെ ഞാനൊക്കെ വളർന്നു വന്ന സമയത്ത് നമ്മളോട് അമ്മമാര് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലെ പാത്രം കഴുകുക, മുറ്റടിക്കുക, തുണി അലക്കുക, ഇതൊക്കെ പറയുന്നൊരു കോട്ടുണ്ട്. ഇതൊന്നും പഠിക്കാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ അവിടെ സ്വന്തം വീട്ടിൽ ചെയ്യാൻ വേണ്ടിയല്ല, ആ കെട്ടിയവന്റെ വീട്ടിലല്ലേ കല്യാണം കഴിച്ച് പോകുമ്പോൾ അവിടെ ഇതൊക്കെ ചെയ്യേണ്ടി വരും, ചെയ്യാൻ പറയട്ടെ. ആൻഡ് താങ്ക്സ് ടു സേ ദിസ്, ഐ ആം പ്രൗഡ് ടു സേ ദിസ്. പറയാന്ന് വെച്ചാൽ ഞാൻ രൂപേഷിനോട് പറഞ്ഞിരുന്നു, എൻ്റെ അച്ഛനൊരു ആർമി ഓഫീസറാണ്. അപ്പോൾ ഞാൻ വളർന്നു വരുന്ന സമയത്ത് ഞങ്ങൾ 3 പെൺകുട്ടികളാണ്, എനിക്ക് 2 ചേച്ചിമാരാണ്, അമ്മയും ഞങ്ങൾ 3 പേരുമാണ്. അപ്പോൾ എൻ്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വുഡ് സേ, ഇപ്പം ഞാൻ ലക്ഷ്മി മാമിൻ്റെ പറഞ്ഞപ്പം അതിൻ്റെ കൂടെ ചേർക്കേണ്ട ഒരു പേരാണ് സത്യത്തിൽ എൻ്റെ അമ്മയുടെയും. സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഇന്ന് ഞാൻ ആലോചിക്കും, എൻ്റെയൊക്കെ സ്ട്രഗിളിൽ ഞാൻ ഇങ്ങനെയൊക്കെ എത്തി എന്ന് പറയുമ്പം എൻ്റെ അമ്മയ്ക്കൊന്നും അന്ന് സാഹചര്യങ്ങളില്ലായിട്ടാ. ഷീ ഈസ് മച്ച് കേപ്പബിൾ ദാൻ മീ, ഐ വുഡ് സേ. പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ ഹൗ മച്ച് എവർ ഷീ കുഡ് ഡു, ഷീ ഡിഡ്. അതിനപ്പുറത്തോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഇന്നിപ്പം ഞാൻ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാനിന്ന് ഡ്രൈവ് ചെയ്യും, സ്വന്തമായിട്ട് വണ്ടി എടുത്ത് പോകുന്നുണ്ട്, എനിക്ക് രാത്രിയായാലും പുറത്തിറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ഞാനും എൻ്റെ മക്കളും മാത്രമാണ് താമസിക്കുന്നത്. അമ്മയൊരു കൂട്ടുകുടുംബത്തിൽ ജീവിച്ചാണ്, അമ്മയ്ക്ക് ഡ്രൈവിംഗ് അറിയില്ല. ഈവൻ ഡ്രൈവിംഗ് പോയിട്ട് അന്ന് പ്രോപ്പറായിട്ട് ഒരു വണ്ടി വിളിച്ച് ഒരു സ്ഥലത്ത് പോകാനുള്ള ഫിനാൻഷ്യൽ സ്റ്റാറ്റസും ഉണ്ടായിരുന്നില്ല, എന്നത്തെ പോലെയല്ല. അപ്പം ആ ഒരു ഡിഫറൻസിലായിരിക്കാം അമ്മയൊരു. പക്ഷെ എൻ്റെ അമ്മേനെ കണ്ട എല്ലാവരും ചോദിക്കും ടീച്ചറാണോ എന്നുള്ളത്, ഇപ്പോഴും ചോദിക്കും, എല്ലാവരും ചോദിക്കും. ബിക്കോസ് അമ്മയുടെ ആ ഒരു അപ്പിയറൻസ് കണ്ട പീപ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ ആ ഒരു നമ്മളെ എന്താണ് പറയുക, ഫോം ചെയ്തെടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു പണ്ടല്ല, ഇന്നും ഉണ്ട്, ഇല്ലാന്ന് ഞാൻ മൊത്തത്തിൽ പറയില്ല. അതായത് എല്ലാം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടില് മക്കള്, ഇതാണ് ഒരു പെണ്ണിന്റെ ജീവിതം എന്ന് പറഞ്ഞ് നമുക്ക് തരുന്ന ഒരു സ്റ്റീരിയോ ടൈപ്പ് സ്ക്രിപ്റ്റ് പല വുമൻസിന്റെ തലയിൽ അങ്ങനെ തന്നെ ഉണ്ട്. സോ വൺസ് ദേ ഗെറ്റ് ഇൻ ടു ദാറ്റ്, അവരെപ്പോഴും ഇതാണ് ഞാൻ ചെയ്യേണ്ട കടമ എന്ന് വിശ്വസിച്ചു പോകുന്നു. ദോ കരിയറും പിന്നെ മേ ബി ഓൺട്രപ്രണർഷിപ്പും ഒക്കെ അവരുടെ മനസ്സിലുണ്ടെങ്കിലും സംവേർ ഇത് ചെയ്യാതെ ഞാൻ അതിൽ ഫോക്കസ് ചെയ്ത് പോയിഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി എന്നെ ബ്ലെയിം ചെയ്യോ, സൊസൈറ്റി എന്നെ ആക്സെപ്റ്റ് ചെയ്യോ, എൻ്റെ ഫാമിലി എന്നെ ആക്സെപ്റ്റ് ചെയ്യോ, ഇതൊക്കെ അവരെ ബോധറിയിപ്പിക്കാൻ തുടങ്ങി. ഐ വുഡ് സേ കട്ട് ഓഫ് ദാറ്റ്. സി, നിങ്ങൾ മദറാണ്. ഞാനിപ്പോൾ പറയാം, ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ എന്നെ ഒരു വുമൺ ഓൺട്രപ്രണർ എന്ന് പറയുന്നതിനെക്കാട്ടിലും ഐ വുഡ് പ്രിഫർ ടു സേ എ മദറാണ്. ബട്ട് ഡസൻറ്റ് മീൻ ദാറ്റ് യു ഹാവ് ടു സാക്രിഫൈസ് യുവർ കരിയർ ഓർ പ്രൊഫഷൻ. അതിന് കോൾ എടുക്കേണ്ട വ്യക്തി ആ ലേഡി തന്നെയാണ്. നോ വൺ എൽസ് കുഡ് ഹെൽപ്പ് ഓൺ ദാറ്റ്. ഞാൻ പറയാം, കാരണം എന്താ വെച്ചാൽ ഈവൻ സപ്പോർട്ടീവായി നിൽക്കുന്ന ഫാമിലിയിൽ പോലും ലേഡീസിന് ഒരു തോട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ പിയർ ഗ്രൂപ്പിലുള്ള ലേഡീസ് പറയുന്നുണ്ട്, അയ്യോ ഞാൻ ഇന്ന് മോനെ തിരിഞ്ഞു നോക്കിയില്ല, അല്ലെ മോളെ തിരിഞ്ഞു നോക്കിയില്ല. വൈ ഈസ് ദാറ്റ്? ഞാൻ പറയാം, നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരൻ സഹോദരിമാർ വീട്ടിലുണ്ടെങ്കിൽ യുവർ കിഡ് ഈസ് സേഫ് ദർ. വി ഹാവ് ടു മേക്ക് ഷുവർ. ഇപ്പം ഞാൻ രൂപേഷിനോട് പറയാം, എൻ്റെ വീട്ടിൽ എനിക്കൊരു ഫുൾ ടൈം ഹെൽപ്പിനൊരു കുട്ടിയുണ്ട്, അവളാണ് എൻ്റെ മോളെ ടേക്ക് കെയർ ചെയ്യുന്നത്. ഐ ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് ഷീ ഈസ് സേഫ്, ഷീ ഈസ് ഹാപ്പി, ഷീ ഈസ് ഹെൽത്തി. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞാൻ 24/7 അവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാനൊരു അമ്മയാവുന്നുള്ളൂ എന്നുള്ള തോട്ട് പ്രോസസ്സ് എനിക്കില്ല.
കട്ട് ഓഫ് ദ ഡെലൈമ ഫ്രം യുവർ മൈൻഡ് ഫസ്റ്റ്. നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ തന്നെ സ്വയം മുമ്പോട്ട് ഇറങ്ങണം. ആൻഡ് ഐ വുഡ് സേ ദാറ്റ് ഇപ്പം എന്നെ പോലത്തെ ഇങ്ങനത്തെ പാരൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അത് നമുക്ക് ഒരു കമ്പാരിസൺ നടത്താൻ പറ്റില്ല. ലൈക്ക് സാധാരണയുള്ള ഒരു കുട്ടീനെ വളർത്തുന്നതും ഇങ്ങനെ ഒരു സ്പെഷ്യൽ കെയർ വേണ്ട ഒരു കുട്ടീനെ വളർത്തുന്നതും മദേഴ്സിന് നമുക്ക് ഒരേ ത്രാസിൽ തൂക്കാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത വേൾഡാണ് രൂപേഷ്. ബിക്കോസ് ഈവൻ ഞാനും, എനിക്കിങ്ങനെ 2 കുട്ടികൾ ഉണ്ടാകുന്നതിന് മുന്നേ ഈവൻ ഞാനും കാണാറുണ്ട് ഇങ്ങനത്തെ സ്പെഷ്യൽ കുട്ടികളൊക്കെ. അപ്പോഴൊക്കെ ഞാനും നമുക്ക് എന്താ തോന്നുക, ഒരു സിമ്പതി അല്ലെങ്കിൽ ഒരു എമ്പതി മനസ്സിൽ തോന്നും, അയ്യോ പാവം. അതിലപ്പുറം ഇതിനകത്ത് കിടക്കുന്ന കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. വൺസ് യു ഗെറ്റ് ഇൻ ടു ദാറ്റ് ലൈഫ് ഓൺലി യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഇത് ഞാൻ പറയില്ല, ഇത് പറഞ്ഞാൽ തീരില്ല. ഐ വുഡ് നീഡ് 2 or 3 days പിൻ പോയിന്റ് ആയിട്ട്. ദ മോർണിംഗ് വെൻ യു ഗെറ്റ് അപ്പ് ടു എൻഡ് ഓഫ് ദ ഡേ, ഈവൻ എൻ്റെ സ്ലീപ്പ് പോലും ഐ ലോസ്റ്റ് ഇറ്റ്.